ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കാർവിംഗ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ട്യൂട്ടോറിയലിൻ്റെ രണ്ടാം പാർട്ടാണ്. ഒന്നാം പാർട്ടിൽ ഇതുപോലെ കീച്ചുളി ഉപയോഗിക്കുന്നതിനെ കുറിച്ചായിരുന്നു. ഇനി നമുക്ക് ഈ കീച്ചുളി അടിച്ച ലൈൻസിലൂടെ ഒരു ചെറിയൊരു ആർച്ചുളി കൊണ്ട് ഇത് അടിച്ചെടുക്കാം. ഈ ചെറിയൊരു ആർച്ചുളി കൊണ്ട് ഈ ലൈൻസിലൂടെ അടിച്ചെടുത്തിരിക്കുന്നു. ഈ ഡിസൈൻ കുത്തുപണി ചെയ്ത് പൂർത്തിയാക്കുവാൻ വേണ്ടിയുള്ള കുറച്ച് ഉളികളാണ് ഇത്. തോടയുളി, കുറച്ച് ഉള്ളിൽ കൊഴിഞ്ഞ് ഇരിക്കുന്ന ഉളികളാണ്. അതുപോലെ ഇതും തോടയുളി എന്ന് പറയും. ഇതും ഉള്ളിൽ കുറച്ച് കൊഴിഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ കുറച്ച് ഉളികളാണ്. ഈ ഡിസൈൻ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ടൂൾസുകളാണിത്. കുത്തുപണിക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് ടൂൾസുകൾ. ഇനി നമ്മൾ ഈ തോടയുളി ഉപയോഗിച്ച് കുറച്ച് അടിച്ചെടുക്കുന്ന രീതികൾ. ഇതുപോലെ ഈ ടൂൾസ് ഉപയോഗിച്ച്, ഇത്തരം ടൂൾസുകൾ ഉപയോഗിച്ച് ഈ ഡിസൈൻ മൊത്തമായി ഇതുപോലെ അടിച്ചെടുക്കുക. കുഴിയുള്ള തോടയുള്ളി ഉപയോഗിച്ച് ആവാത്ത ഭാഗങ്ങൾ നമുക്ക് ലെവൽ ഉളി വെച്ച് അടിച്ച് ബാക്കി കംപ്ലീറ്റ് ആക്കാം. ഈ തോടയുളി ഉപയോഗിച്ച് നമുക്ക് അതിലൂടെ അടിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാം. ഇതുപോലെ തോടയുളികളും ലെവൽ ഉളികളും വെച്ച് നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാം.
ഇതുപോലെ ചെറിയ ടൂൾസ് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ചെറിയ ടൂൾസും വലിയ ടൂൾസ് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ ടൂൾസും ഉപയോഗിച്ച് നമുക്ക് ഈ ഡിസൈൻ പൂർത്തീകരിക്കാൻ പറ്റും. സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വലിയ ഉപയോഗിച്ച് പറഞ്ഞെടുക്കാം. വള്ളികളോടുള്ള ചുരുളിൽ നമുക്ക് ചെറിയ തോട ടൂൾസ് ഉപയോഗിച്ച് കാർവ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ ലെവൽ ഉളികൾ കൊണ്ട് അടിച്ചെടുക്കാം. ഇനിയുള്ള ഭാഗങ്ങളെല്ലാം നമുക്കിതുപോലെ ഫ്ലാറ്റ് ടൂൾ വെച്ച് കർവ് ചെയ്തെടുക്കാവുന്നതാണ്.
ടൂൾസും ഫ്ലാറ്റ് ടൂൾസും ഉപയോഗിച്ച് നമ്മൾ കാർവിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ ഉപയോഗിച്ച കീച്ചുളി ഈ ഡിസൈനിൻ്റെ മുകൾ ഭാഗത്തു കൂടി നമുക്ക് ഇതിന് അടിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ കീച്ചുളി ഫസ്റ്റ് പാർട്ടിൽ അടിച്ചതുപോലെ ആഴത്തിലടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ലൈൻസ് നേരിയതായിട്ട് അടിച്ചാൽ മതി. ഈ ഡിസൈനിൻ്റെ മുകളിൽ കൂടി നമ്മൾ ലൈൻസ് ഇതുപോലെ നേരിയ രീതിയിൽ അടിച്ചാൽ മാത്രം മതി. ഈ ഡിസൈൻ്റെ മുകളിൽ കൂടെ കീച്ചുളി അടിച്ച് ഏകദേശമായി കീച്ചുളി അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കീച്ചുളിയുടെ ഉപയോഗം ഈ ഡിസൈൻ കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് നമുക്ക് ഇവിടെ പൂർത്തിയാക്കാം. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് തേർഡ് പാർട്ടിൽ പറയാം. ഓക്കെ, ബൈ ബൈ.